ഡോക്ടർ കെ ജയപ്രസാദ്, രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് NSSുമായി ബന്ധപ്പെട്ടാണ്. ഉപരാഷ്ട്രപതി, ഞാൻ വരാം ശ്രീ രാഹുൽ ഈശ്വർ, ഞാൻ അടുത്ത അങ്ങയിലേക്കാണ് വരുന്നത്. ശ്രീ കെ ജയപ്രസാദ്, രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് പെരുന്നയുമായി ബന്ധപ്പെട്ട വിഷയമാണ്, NSSുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഉപരാഷ്ട്രപതിക്ക് ഇവിടെ പ്രവേശനം ആ സമയത്ത് ഉണ്ടായില്ല എന്ന് പറയുന്നത് സത്യമാണ്. അതുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും അദ്ദേഹത്തിന് അതൃപ്തി ഉണ്ടാകും. പ്രോട്ടോകോളാണ് പ്രശ്നം. മന്നത്ത് സമാധിയിൽ നായകൾ കയറി പരിശോധിക്കുന്നത് അനുവദിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് പെരുന്നയുടേത്. ഇന്ന് അവിടെ NSS ജനറൽ സെക്രട്ടറിയെ കുറിച്ച് തന്നെ പേരെടുത്തല്ല പൊസിഷൻ എടുത്ത് പറഞ്ഞുകൊണ്ട് ഉപരാഷ്ട്രപതിയുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധമുണ്ടാകുന്നു, വിമർശനമുണ്ടാകുന്നു. മന്ത്രി സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്ന് പ്രതികരണമുണ്ടാകുന്നു. സന്ദീപ് വചസ്പതി അദ്ദേഹം പറയുന്നത് ഭാരത കേസരിയാണ്, നായർ കേസരി അല്ല എന്നാണ്. ആ നിലയ്ക്ക് BJPക്ക് മന്നത്ത് പത്മനാഭനെ, NSS സ്ഥാപിച്ചതാരാണ്? NSSന്റെ ജനറൽ സെക്രട്ടറിയാണ്. അങ്ങനെയാണെങ്കിൽ സ്ഥാപിത നേതാവിന്റെ ലെഗസി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മന്നത്തെ അങ്ങനെ സ്വകാര്യവൽക്കരിക്കാൻ സാധിക്കുമോ? അല്ല, സുകുമാരൻ നായരെ സംബന്ധിച്ച് നടത്തിയ ചില പരാമർശങ്ങൾ കേവലം BJPയുടെ മാത്രം വിഷയമല്ല. കാരണം സുകുമാരൻ നായർ NSSന്റെ നേതൃത്വത്തിൽ വന്നിട്ട് ഏതാണ്ട് 3.5 പതിറ്റാണ്ടായി. അപ്പം ശ്രീ നാരായണ പണിക്കർ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത്, ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്തും അദ്ദേഹം തന്നെയാണ് കാര്യങ്ങളെ നിയന്ത്രിച്ചിരുന്നത്. ഇവിടെ 1996 അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്ന നരസിംഹറാവു മന്നം സമാധിയിൽ വന്നത് വലിയൊരു അനാവശ്യമായ വിവാദ വിഷയമാക്കി മാറ്റിയ സുകുമാരൻ നായരുടെ നേതൃത്വമായിരുന്നു. അന്ന് അദ്ദേഹം സുകുമാരൻ നായർക്ക് NSSൽ ഔദ്യോഗിക സ്ഥാനം ഉണ്ടായിരുന്നില്ല. ജനറൽ സെക്രട്ടറിയുടെ PS എന്നുള്ള തലത്തിലുള്ള ഒരു ഉത്തരവാദിത്തമാണ് ഉണ്ടായിരുന്നത്. അത് വിവാദമുണ്ടാക്കുകയും പിന്നീട് യു ഡി എഫിൽ നിന്ന് പിന്നീട് NDP എന്നുള്ള പാർട്ടി തന്നെ പിൻവലിക്കുന്ന സാഹചര്യമുണ്ടായി. പിന്നെ NDP തന്നെ ഇല്ലാതാകുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് നമ്മൾ കാണുന്നത് 2000-ൽ അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന രാജഗോപാൽ ചങ്ങനാശ്ശേരി പെരുന്ന NSS കോളേജിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് അദ്ദേഹത്തെ ക്ഷണിച്ച് അദ്ദേഹം വരുന്ന ദിവസം, നേരത്തെ തന്നെ നോട്ടീസൊക്കെ അടിച്ചതായിരുന്നു, വരുന്ന ദിവസം ആ കോളേജിൻ്റെ ഗേറ്റ് പൂട്ടിയിട്ടുകൊണ്ട് രാജഗോപാൽ കേന്ദ്രമന്ത്രി അതിനകത്ത് പ്രവേശിപ്പിച്ചില്ല. പിന്നീട് നമ്മൾ കാണുന്നത് മറ്റ് പല രാഷ്ട്രീയ നേതാക്കളോടും അദ്ദേഹത്തിൻ്റെ വിവേചനപരമായ സമീപനം. അത് നമുക്കറിയാലോ, ഭാരതകേസരി ഇന്ത്യയിലെ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഏറ്റവും നായക സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ്. അയിത്തത്തിനെതിരായ സമരം നമുക്കറിയാം. അഭിപ്രായ പ്രകടനങ്ങളോ അത്തരം എതിരഭിപ്രായങ്ങളോ ഇല്ല. അത് നിയന്ത്രിക്കാൻ NSSന്റെ ഈ പറയുന്ന ബോർഡിലുള്ള ആരും തയ്യാറുമല്ല. BJP എങ്ങനെയാണ് അഭിപ്രായ പ്രകടനം നടത്തുക? ഒരു കാര്യം കൂടെ ഞാൻ പറയാണ്. നമ്മുടെ നിലവിലുള്ള മുഖ്യമന്ത്രി സുകുമാരൻ നായർ അദ്ദേഹത്തിൻ്റെ സന്ദർശിക്കണമെന്ന് അപേക്ഷിച്ചപ്പോൾ അതിന് തയ്യാറായില്ല എന്ന് പറഞ്ഞ് സുകുമാരൻ നായർ തന്നെ പറയുകയുണ്ടായി. അപ്പോൾ പക്ഷേ അതിനെ പ്രതിഷേധിച്ചുകൊണ്ട് കേരളത്തിൽ ഏതെങ്കിലും നായർ സമുദായ അംഗമോ സംഘടനയോ പ്രതിഷേധിച്ചില്ല. കാരണം ഇന്ന് സുകുമാരൻ നായർ സമുദായം കൂടെ ഇല്ലാത്ത സമുദായ നേതാവാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം NSSന്റെ ഒരു നേതൃത്വത്തെ നമ്മൾ വിലയിരുത്തേണ്ടത് അവർ ആ സംഘടനയ്ക്ക് അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിന് നൽകിയ സംഭാവനയാണ്. ഇന്ന് NSSന്റെ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ തലയെടുപ്പോടുന്ന സ്ഥാപനങ്ങളാണ്. ഇന്ന് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ NSS സ്ഥാപനങ്ങളുടെ നിലവാരം നമ്മൾ നോക്കണം. കേരളത്തിൽ നമ്മൾ ഓട്ടോണമസ് കോളേജുകളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പോലും NSSൽ ഒരു സ്ഥാപനവുമില്ല. അതായത് വ്യക്തിപരമായ സ്വാർത്ഥ താല്പര്യം, ഒരുതരം മാടമ്പിത്തരത്തിനപ്പുറത്തേക്ക് സമുദായത്തിന്റെ പൊതുവായ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിൽ സുകുമാരൻ നായർ പരാജയമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരായി വിമർശനങ്ങൾ. അല്ല, അത് സംഘടനയുടെ സംഘടനാപരമായ വിഷയമാണ്. ഞാൻ പറഞ്ഞത് നമ്മുടെ മുഖ്യമന്ത്രി ചോദ്യം അങ്ങാണ് നേരത്തെ പറഞ്ഞത്. സാമൂഹ്യ വിഷയങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് നമ്മുടെ കേരളത്തിലെ നമ്മുടെ ഇപ്പോഴും നിലവിലെ മുഖ്യമന്ത്രി VD സതീശൻ, കോൺഗ്രസിന്റെ നേതാവ്, മുൻ പ്രതിപക്ഷ നേതാവിന്റെ സമയത്ത് അദ്ദേഹത്തിന്റെ സുകുമാരൻ നായരോടുള്ള സമീപനം എന്താണ്? അത് നമ്മൾ ഒന്നിച്ച് ചർച്ച ചെയ്യണം. ഇവിടെ നമ്മൾ BJP മാത്രം മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ കേരളത്തിലെ വ്യത്യസ്ത രാഷ്ട്രീയ ഞാൻ BJPയുടെ നിലപാട് മാത്രം ഔദ്യോഗികമായി പറയാനുള്ള അവകാശം എനിക്കില്ല. ഞാൻ പറഞ്ഞത് സമുദായത്തിന്റെ താല്പര്യമാണോ സുകുമാരൻ നായർ സംരക്ഷിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ചോദ്യം. കാരണം സമുദായ താല്പര്യമല്ല സംരക്ഷിക്കുന്നത്. പറയാൻ കഴിയാത്തതുപോലെ തന്നെ NSSനെ കുറിച്ചും ആ നിലയ്ക്ക് പറയാൻ കഴിയില്ലല്ലോ. അതിൽ സമുദായ നേതാക്കൾക്കോ അല്ലെങ്കിൽ സമുദായത്തിന്റെ മറ്റേ ഈ പറയുന്ന ബോർഡിലിരിക്കുന്ന ആളുകൾക്കോ ഇല്ലാത്ത തരത്തിലുള്ള വിമർശനം BJPക്ക് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നാണ് അങ്ങയുടെ നിരീക്ഷണം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മുടെ രാഷ്ട്രത്തിലെ പ്രധാനമന്ത്രിക്കും അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രപതിക്കും ഉപരാഷ്ട്രപതിക്കും ഒക്കെ പോലും
ഒരു സന്ദർശനം നിഷേധിക്കുന്ന സമീപനം അത് ഏത് സമുദായ സംഘടന ആയിക്കോട്ടെ അത് നമ്മൾ എങ്ങനെയാണ് ന്യായീകരിക്കുക? അപ്പം നമ്മൾ ഇത്തരം വിഷയങ്ങളെ രാഷ്ട്രീയമായി കാണുന്നതിന് പകരം ഒരു വ്യക്തിപരമായ ഒരു വ്യക്തിയുടെ ഒരു നേതൃത്വത്തിന്റെ ധാർഷ്ട്യത്തെ നമ്മൾ ചർച്ച ചെയ്യണം. കാരണം സുകുമാരൻ നായരുടെ സമീപനം അത് ആ സമുദായത്തിന്റെ പൊതുവായ താല്പര്യമാണ്. സംഘടനയാണല്ലോ BJP. അപ്പോൾ അത് ക്ഷേത്രം പോലെ കാണുന്ന ഇടമാണ്, അവിടെ നായകൾ കയറാൻ പാടില്ല എന്നുള്ളതാണ് പെരുന്നയുടെ നിലപാടെങ്കിൽ അതെങ്ങനെയാണ് വിശ്വാസത്തിന് പ്രാധാന്യം നൽകുന്ന രാഷ്ട്രീയ പാർട്ടി അംഗീകരിക്കാതിരിക്കുന്നത് എന്നത് സംബന്ധിച്ചൊരു തർക്കം അതെങ്ങനെയാണ് നായകൾക്ക് കയറാൻ പാടില്ലെന്ന്? പരിശോധനയുടെ ഭാഗമായി കയറാൻ പാടില്ല, ക്ഷേത്രം പോലെ കാണുന്ന ഇടമാണ് വിവാദത്തിന്റെ പേരില് അല്ല അത് നമ്മുടെ മഹാത്മാഗാന്ധിയുടെ സമാധി സ്ഥലം മുതൽ എല്ലാ സ്ഥലത്തും ഇത്തരം സെക്യൂരിറ്റി സംവിധാനം ഉണ്ടാകും. അത് NSSന്റെ ആസ്ഥാനത്ത് മാത്രമല്ലല്ലോ, അവിടെ അനാവശ്യമായി സുകുമാരൻ നായരെ കൊണ്ടുവരുന്നതാണ്. സുകുമാരൻ നായർ NSS അവരുടെ ആത്മീയ ആചാര്യനായി കാണുന്ന ആളാണ് മന്നത്ത്. NSS ആണ് അതിൽ തീരുമാനം എടുക്കേണ്ടത്. മന്നത്ത് പത്മനാഭൻ മറ്റാരെയും സ്വന്തം കാര്യങ്ങൾ തീരുമാനിക്കാനോ ലെഗസി കൈമാറാനോ ഏൽപ്പിച്ചിട്ടില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഒരു ചോദ്യം NSSന്റെ ആന്തരിക വിഷയമല്ലേ എന്ന് ഞാൻ ചോദിച്ചുള്ളൂ. ശരി, ഒരു മിനിറ്റ് ഞാൻ വരാം. Debate with Madhu Saji.